നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയിൽ പുതുമയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും കേസെടുക്കും. കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ്. വിഷയത്തിൽ പോലീസല്ല മുഖ്യമന്ത്രിയാണ് കുറ്റവാളിയെന്നും ഗവർണർ പറഞ്ഞു. Anybody, when you board a plane, you pass through security. And if somebody says something which is not liked by the chief minister inside the plane, then a case of 307 was registered in Kerala. What's new about it? വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുത്ത വിചിത്രമായ നടപടി, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. മുതിർന്ന നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണെങ്കിൽ ആ പോലീസ് നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അവിശ്വാസവും അതുമായി ബന്ധപ്പെട്ടില്ല എന്ന് നിലപാട് വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രതികരണം ഗവർണറുടേതാണല്ലോ ശ്രീകാന്ത്. തീർച്ചയായും ഇന്ന് ഈ കേസെടുത്ത നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം ഗവർണറും ഇനി ചില CPI മന്ത്രിമാർ വരെയും ഇതിനെ എതിർത്ത് പോലീസിന്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് AKG സെന്ററിൽ നിന്നും നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി കേസ് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് VM സുധീരൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും സർക്കാരിന്റെ നടപടി തോന്നിവാസമാണ് എന്ന തരത്തിലാണ് അദ്ദേഹവും പ്രതികരിക്കുകയും ചെയ്തത്. അതായത് പൊതുസമൂഹം ഒന്നാകെ ഈ കേസെടുത്ത പോലീസിന്റെ അതിന് ഉത്തരവിട്ട സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗവർണറുടെ പ്രതികരണം കൂടി വരുന്നത്. അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ, ഒന്നാമത്തെ പൗരൻ എന്ന നിലയിൽ ഗവർണർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ കേസെടുക്കുന്ന 307 എടുക്കുന്ന സമീപനമാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ വിഷയം മുഖ്യമന്ത്രിയോട് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായാണ് സംസാരിച്ചത്. ആ കേസെടുത്തതിൽ തനിക്കൊരു സംശയവുമില്ല എന്നും ഗൂഢാലോചനയല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയി തെളിയിക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്ന രീതിയാണ് പിന്തുടർന്നത്. മന്ത്രി സജി ചെറിയാൻ, P രാജീവ് അടക്കമുള്ളവർ ഇതിനെ ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഗൂഢാലോചന കേസ് തെളിയിക്കാൻ സാധിക്കില്ലെന്ന് ഈ കേസെടുത്ത പോലീസിന് അറിയാം. സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തെങ്കിലും അവർക്കറിയാം ഇത് തെളിയിക്കാനാകില്ലെന്നും കോടതി മുമ്പാകെ എത്തിയാൽ കേസ് നിൽക്കില്ലെന്നും. അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. ശ്രീകാന്ത്, ഈ ഗൂഢാലോചനയല്ല എന്നതിന് തെളിവുണ്ടെങ്കിൽ അതുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. അത് തെളിയിക്കേണ്ടത് വിനീതയുടെ ബാധ്യതയായി മാറുന്ന സാഹചര്യം, അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്ന സാഹചര്യം, അതിൽ ആ പ്രതികരണത്തിൽ തന്നെ ഒരു കൗതുകമുണ്ടല്ലോ ശ്രീകാന്ത്. തീർച്ചയായും, അതായത് ഈ ആഭ്യന്തര വകുപ്പിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ കേസെടുത്തത് എന്നതിന് ഇതിൽ പരം യാതൊരു തെളിവും വേണ്ട. കൃത്യമായ നിർദ്ദേശം, ഉന്നതതല സമ്മർദ്ദം എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ കേസെടുക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിങ്ങൾക്കിടയിൽ ചില ആളുകൾ ഗൂഢാലോചന നടത്തുന്നവരുണ്ടല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഒന്നാകെ ഈ മാധ്യമ മേഖലയെ ഒന്നാകെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന തന്ത്രം ഒരുപക്ഷെ CPIM-നും സർക്കാരിനും ഉണ്ടാകാം. അതാണ് ഇത്തരം കേസുകളിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു കാരണവശാലും കോടതിയിൽ നിൽക്കാൻ പോകുന്നതല്ല ഇത്തരം കേസുകളെന്ന് പോലീസിന് നന്നായി അറിയാം. കൃത്യമായി തന്നെ ഇത്തരം കേസുകളൊക്കെ തന്നെ ഡീൽ ചെയ്ത് പരിചയമുള്ള സർക്കാരിനും CPIM-നും അത് മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷേ കിട്ടിയ അവസരം ഈ മാധ്യമ മേഖലയെ ഒന്നാകെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നൊരു പക്ഷേ അവർ കരുതുന്നുണ്ടാകണം. മുഖ്യമന്ത്രിയുടെ ഭാഷ്യം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക വിനീത വിജിക്കെതിരായ പോലീസ് നടപടി, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയാണ്. ഗവർണർ അടക്കം മുഖ്യമന്ത്രിക്കെതിരെ, പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നതും ഇന്ന് നമ്മൾ കണ്ടു. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി തിരികെ എത്താം. ഇടവേള.